നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൽ പലതും അപകടം നിറഞ്ഞതാണ്. കാരണം നമ്മുടെ മൊബൈലിലേക്ക് ചില ആപ്പുകൾ വൈറസ് കൊണ്ടുവരും, ചില മൊബൈൽ നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അത് കൃത്യമായി വർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ തേർഡ് പാർട്ടി ആപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടോ എന്നും അതെങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ഡാറ്റകൾ കൊണ്ടുപോകുന്ന ആപ്പുകൾ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഫോണിലുണ്ടാകും മൊബൈൽ സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളൊക്കെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ വലത് ഭാഗത്ത് ഓൾ സർവീസ് എന്നുള്ളൊരു ഫീച്ചർ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോന്നും പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന കണക്റ്റഡ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കണക്റ്റഡ് ആപ്പ് എന്നുള്ള ഏറ്റവും മുകളിലുള്ള ഈ ഫീച്ചർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കി കാണാൻ സാധിക്കും തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് കീപ് ട്രാക്ക് യുവർ കണക്ഷൻ. നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്ന അത്തരം തേർഡ് പാർട്ടി ആപ്പുകൾ നമുക്ക് സേർഫ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ അത്തരം ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇവിടെ മുകളിൽ കാണാൻ ടോട്ടൽ 11 ആപ്പുകൾ എൻ്റെ ഫോണിൽ സർവീസ് നടത്തുന്നുണ്ട്. അത്തരം ആപ്പുകൾ ഏതൊക്കെയാണ് നോക്കാം, താഴെ ഭാഗത്തേക്ക് നോക്കുക. നമ്മൾ ഏതോ കാലത്ത് നമ്മൾ അറിയാത്ത ആപ്പുകൾ വരെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത ഒരു ആപ്പാണിത്. ഇത് ഏത് ആപ്പാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം ആപ്പുകൾ നമ്മുടെ ഡാറ്റ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആപ്പുകളായിട്ടുണ്ടെങ്കിൽ ആ ആപ്പിന് അവസാനം കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ സൈൻ ചെയ്തിട്ടുണ്ടോ, ഗൂഗിൾ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡിലീറ്റ് ഓൾ കണക്ഷൻ ദാറ്റ് ഹാവ് വിത്ത് ഇൻ വീഡിയോ, അതായത് ഈ ഒരു ആപ്പിൻ്റെ എല്ലാ കണക്ഷനും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഏറ്റവും താഴെയുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാ കണക്ഷനും ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാ ഡാറ്റയുടെയും കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരം ആപ്പുകളിലേക്കുള്ള എല്ലാ സർവീസും സ്റ്റോപ്പ് ചെയ്യുകയും മാത്രമല്ല ആ ഒരു ആപ്പ് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആപ്പുകൾ കണ്ടെത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.